വേണ്ട. പണ്ടിങ്ങനെ ലെവൽ നോക്കിയതാ, ഒരു ലെവലില്ലാത്തൊരു സാധനം വീട്ടിരിക്കുന്നത്. കോമളലതകളിലോമന മൈനകൾ പാടി. അയ്യോ, ഇങ്ങനെ അങ്ങ് പാവമാകരുതേ. എവിടെ പോയി കിടക്കും സമയമെന്നറിയോ? എടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ജാനമ്മയുടെ കഥകിന് ജാവിരി പോയി, അതൊന്ന് ശരിയാക്കാൻ പോയതല്ലേ. അല്ല, ഈ ജൈനമ്മയുടെ കഥകിന്റെ വിജാഗരി ഇളകാനേ നീളമുള്ളൂ. ഇന്നലെ മോൻ ഈ പേര് പറഞ്ഞല്ലേ താമസം വന്നത്? എടാ, ഇന്നലെ അവിടെ പോയതാണോ? ഇന്നലെ രമണിയുടെ കട്ടിലിന്റെ പ്ലൈവുഡ് പോയി, അത് ശരിയാക്കാൻ പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ജാനമ്മയുടെ കഥകിന്റെ വിജാഗരി രമണിയുടെ കട്ടിലിന്റെ പ്ലൈവുഡ് എങ്ങനെ പോയത്? എടാ, ജാനമ്മ കഥ തുറന്നില്ല, ഞാൻ ചവിട്ടി പൊളിച്ചു. രമണി എന്നെ കട്ടിലെ എഴുതിയില്ല, കട്ടിലും ചവിട്ടി. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ രമണിയുടെ വീട്ടിലല്ലേ കഴിഞ്ഞ ദിവസം അമ്മാവനൊരു പിന്നെ പശുത്തൊഴുത്ത് പണിയാൻ പോയി, എന്നിട്ട് എന്തായി പോയിട്ട്? എടാ, ഞാൻ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, എടാ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പശുത്തൊഴുത്ത് പണിയണം. ഞാൻ പറഞ്ഞെന്നാ ആഞ്ഞിലിക്ക് പണിതാലോ? എന്നിട്ട് അവര് പറഞ്ഞു വേണ്ട ചെലവാ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഓമമരത്തിന് പണിതാലോ? എന്നിട്ട് അവര് പറഞ്ഞു അതും ചെലവാ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ആ പശുവിനൊരു റെയിൻകോട്ട് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അമ്മാനി നാട്ടിലിങ്ങനെ റെയിൻകോട്ടും ഇതൊക്കെ പണിതുകൊണ്ടിരുന്നു. നാളത്തെ കൊടുക്കാനുള്ള 20 വാളി ജനിച്ചോട്ടായിരിക്കുന്നു. ഒറ്റ ഒന്നും തുള പോലും ഇട്ടിട്ടില്ല, അറിയോ? എടാ, ഞാനൊന്ന് നോക്കിയാ മതി തുള വീഴാൻ. അയ്യോ, നോക്കിയാലോണോ തുള വീണ? ഇയാളൊരു പെരിച്ചഴിയോ? എടാ, ഇതൊക്കെ എന്നാ പണിയുണ്ട്. എടാ, നമ്മളൊക്കെ പെരുന്തച്ചൻ ഫാമിലി അല്ലേ, നിനക്കറിയത്തില്ലേ? ഇല്ല. നിനക്ക് പെരുന്തച്ചന്റെ കഥ അറിയാവോ? ഉളി വീണ ചെറുക്കൻ മരിച്ചുപോയ കഥയല്ലേ? എടാ, സത്യത്തിൽ ഉളി വീണ് മരിക്കേണ്ട നമ്മുടെ വെല്ലിച്ചനാ. അതെങ്ങനെ? എടാ, നമ്മുടെ വെല്ലിച്ചനും പെരുന്തച്ചനും ഒരുമിച്ചല്ലായിരുന്നോ പണി? ആണോ? അയ്യോ, അതെനിക്കറിയത്തില്ല. എടി, ഈ പെരുന്തച്ചനേക്കാളും പ്രഗത്ഭനാണ് നമ്മുടെ വെല്ലിച്ചൻ. അങ്ങനെ വരുമ്പോ പെരുന്തച്ചന് നമ്മുടെ വെല്ലിച്ചനോട് ജലൂസിൽ മൂത്തു. എടാ, ഈ ആരെങ്കിലും നന്നാകുമ്പോ നമുക്ക് മൂക്കുന്നൊരു സംഭവം ഇല്ലേ? അത് മൂത്തിരിക്കുന്ന സമയത്താണ് ഈ പെരുന്തച്ചൻ മേളിൽ നിന്ന് ഉളിയിടുന്നത്. ഈ ഉളിയിട്ട സമയത്ത് നമ്മുടെ വെല്ലിച്ച മൂത്രം ഒഴിക്കാം. ആ സമയത്ത് ആ ചെറുക്കന്റെ തല വീണ. ഓ, അങ്ങനെയാണ് ചെറുക്കൻ മരിച്ചത്. അതെ. അപ്പൊ വെല്ലിച്ചനോ? വെല്ലിച്ചൻ ആ കാട്ടിപ്പോയിന്ന് മൂത്രം ഒഴിച്ചോണ്ടിരുന്നപ്പോ പാമ്പ് കടിച്ച് വെല്ലിച്ചനും അങ്ങ് മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ ഈ കാണിക്കുന്നത്? എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? എടാ, പുളി തേക്കുമല്ലേടാ? ഇവിടെ പണിക്ക് വന്ന അന്ന് മുതൽ എന്നെ തേക്കാൻ തുടങ്ങിയാ കേട്ടോ. അമ്മാത്തെ പണിയാൻ നോക്കാം, ആ സാധനം ഇത് പണിയാൻ നോക്കി. എടാ, നീ വലിയ വാചം ഒന്നും അടിക്കണ്ട. നിന്നെ പറ്റി ഒരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് കംപ്ലൈന്റ്? എടാ, നീ ഷെയർലിയിൽ അവിടെ കട്ടിൽ പണത് കൊടുത്തില്ലടാ? കൊടുത്തു. അതിൽ തൊള്ളി പോലും കാതലുണ്ടോ? അയ്യോ, ഈ നാട്ടിൽ മൊത്തം കാതലുള്ളവർക്ക് ഞാൻ പുതിയ കാതലുണ്ടാക്കി കൊടുക്കാൻ പോവല്ലേ. കട്ടിലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ ഓർത്തത്. ഒരു ആടുന്ന കട്ടിൽ ഓർഡർ ഉണ്ട് കേട്ടോ. അമ്മന് പണിയണേ. ആടുന്ന കട്ടിലാണ് നീ പണിതാ മതി. നീ ഏത് പണിതാലും ആടൂല്ലോ. വണ്ടി വന്ന് തോന്നിട്ട് വാ, നമുക്ക് കട്ടില കയറ്റി വിടാം. വാ, പിടിച്ചേ. ഇതെന്തോ? ഇതല്ലേ കട്ടള? ഇതാണോ കട്ടള? ഇതല്ലേ കട്ടള? ഇതൊക്കെ എങ്ങനെ കേറും? എടാ, ഇങ്ങനെ കേറും. എങ്ങനെ ഇറങ്ങും? എടാ, ഇങ്ങനെ ഇറങ്ങും. അപ്പൊ വീട്ടുകാരെ എന്താ നമ്മളെന്തോ പറയും? ഞാൻ ഇങ്ങനെ അങ്ങ് പോകും.